നമസ്കാരം. അയോധ്യയിൽ രാമക്ഷേത്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും താൻ അഭിനന്ദിക്കുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫാറൂഖ് അബ്ദുള്ള. രാമൻ ഹിന്ദുക്കളുടേത് മാത്രമല്ല, മറിച്ച് ലോകത്തുള്ള എല്ലാവരുടേതുമാണ് എന്നുകൂടി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ദേശീയ മാധ്യമമായ ANAക്ക് നൽകിയ ഒരു അഭിമുഖത്തിനിടയിലാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ ഭാഗത്ത് നിന്നും സുപ്രധാനമായ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ലോകത്തിന് മുഴുവനുമുള്ള സന്ദേശമാണ് ശ്രീരാമൻ നൽകിയത്. ഇപ്പോൾ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു, അത് തുറന്നു നൽകാൻ പോവുകയാണ്. എല്ലാ നല്ലവരായ ജനങ്ങളും സാഹോദര്യം നിലനിർത്തണമെന്ന് താൻ അഭ്യർത്ഥിക്കുന്നതായി കൂടി ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ഏതാനും ദിനങ്ങൾ മാത്രം അവശേഷിക്കവെയാണ് നാഷണൽ കോൺഫറൻസ് നേതാവിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത് എന്നത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുമുണ്ട്. നമുക്കറിയാം, നിലവിൽ കേരളത്തിലെ ലീഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള വലിയ ചർച്ചകളൊക്കെ കൊഴുക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം നേതാവായ മുസ്ലിം പാർട്ടിയിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഒരു കാലത്ത് വിഘടനവാദികളെ പിന്തുണയ്ക്കുന്നു എന്നുള്ള വലിയ ചീത്തപ്പേര് കേട്ട അതേ ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് വേണ്ടി ഇപ്പോൾ രാജ്യം ഒന്നടങ്കം കൈയടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.